പതിറ്റാണ്ടുകൾ നീണ്ട എതിർപ്പുകളെയും വെല്ലുവിളികളെയും മറികടന്നാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം തടസ്സപ്പെടുത്തും വിധമുള്ള രാഷ്ട്രീയ എതിർപ്പുകളെ അതിജീവിച്ചാണ് 2016 മുതലുള്ള 1-2 പിണറായി സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുന്നത്. കല്ലിട്ടാൽ മാത്രം തുറമുഖമാവില്ല, കല്ലിട്ടവർ തന്നെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കലാപസമാനമായ സാഹചര്യം സൃഷ്ടിച്ച് രണ്ടാം വിമോചന സമരം തീവ്രവികാരമായി കൊണ്ടുനടന്ന പ്രതിപക്ഷത്തിൻ്റെ നാടാണ് കേരളം. ആദ്യ ചരക്ക് കപ്പലിനെ വരവേറ്റപ്പോൾ സർക്കാരിനെ അഭിനന്ദിച്ച അതേ നാവുകൊണ്ട് മൂന്നാം പക്കം സർക്കാരിനെയും വിഴിഞ്ഞത്തെയും പരിഹസിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ നാടുകൂടിയാണ് കേരളം. പതിവ് പോലെ ഇത്തരം നീക്കങ്ങളെ പ്രോത്സാഹിപ്പിച്ച് പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെപ്പിക്കാൻ പരിശ്രമിച്ച മാധ്യമങ്ങളും ഈ നാട്ടിലുണ്ട്. ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വഴങ്ങിയിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖം എന്താകുമായിരുന്നു? പ്രകൃതി ദുരന്തങ്ങളും സമൂഹത്തിന് മുന്നിൽ ദുരന്തങ്ങളായ ചില നേതാക്കളും നിക്ഷിപ്ത താല്പര്യക്കാരും പഠിച്ച പണി 18 പയറ്റിയിട്ടും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചെലവായില്ല. ഒരാശങ്കയും വേണ്ട, വിഴിഞ്ഞം സമയത്ത് പൂർത്തീകരിച്ചിരിക്കുമെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിൻ്റെ കപ്പിത്താനായി നിൽക്കുന്നു. വിജയവഴിയിൽ വിഴിഞ്ഞം.